ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടല്ലോ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും വല വിരിച്ചു എന്ന് പറയുന്നുണ്ട്. വല വിരിച്ചു എന്ന് പറയുമ്പോഴും തലസ്ഥാനത്ത് നിന്ന് എത്തി, വഞ്ചൂരിലെത്തി, വഞ്ചൂർ കോടതിയിലെത്തി, വക്കീലിനെ കണ്ട് വക്കാലത്ത് ഒപ്പിട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുന്നു. ഇതിനിടയിലൂടെ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടതില്ല എന്നായിരിക്കുമോ പോലീസ് ആലോചിക്കുക? ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ് ശ്രീ സുഭാഷ് ബാബു? പോലീസ് ആകെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാഹുൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, രാഹുലിന് പിറകെ പോലീസുണ്ട് എന്ന രൂപത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണോ യഥാർത്ഥത്തിൽ? അല്ല, സാധാരണഗതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കോടതി ഫയൽ ചെയ്ത് നോട്ടീസ് പ്രോസിക്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റിൽ നിന്ന് പോലീസ് പിന്തിരിയാവുന്ന സ്വഭാവമാണ്, താൽക്കാലികമായിട്ട് പിന്തിരിയുന്ന സ്വഭാവമാണ്. അല്ലെങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിനെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യവും അങ്ങനൊരു വിമർശനം കോടതിയുടെ മുൻപിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് തൽക്കാലം അറസ്റ്റിനൊരു വിമുഖത കാണിച്ചേക്കാം. പക്ഷേ അതിനു മുമ്പ് അവർക്ക് കിട്ടുമായിരുന്നത് തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു. അറസ്റ്റിന് വിധേയനാകാതിരിക്കുക എന്ന് പറഞ്ഞത് ഏതായാലും ഏത് കേസിൽപ്പെട്ട ഒരു പ്രതിയെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അതാണല്ലോ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. മുമ്പില്ലാത്തത് 1973 ശേഷം CRPCയിലും പിന്നെ ഇപ്പോൾ ഇതിനകത്ത് BNSSലും തുടരുന്നതാണ്. അപ്പോൾ അത് ഒരു പ്രതിയെ ആക്കപ്പെട്ട ആൾ, കാരണം ആരോപിതൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ന്യായമായിട്ടുള്ള അവകാശമുണ്ട്. അതിൽ നമുക്ക് വിമർശിക്കാം. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അവകാശം എന്നുള്ള രീതിയിൽ ഒരു പരിധിയെങ്കിലും അത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചെയ്തതിൽ തെറ്റ് എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എനിക്കത് പറയാൻ സാധ്യമല്ല. കാരണം അവർ ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ജയിക്കണമെന്ന് അയാളെ ഏതെല്ലാം രീതിയിൽ തെളിവുകൾ ശേഖരണത്തിലൂടെ പോലീസിന് വളരെ ക്രിയാത്മകമായി ഫലപ്രദമായി വിജയകരമായിട്ട് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. അതപ്പം ഒരാളുടെ പോലീസ് വെല്ലുവിളി ഏൽക്കുന്നു, മറ്റേയാൾ പോലീസിനെ വെല്ലുവിളിച്ചിട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തിൻ്റെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും അങ്ങനെ ഒരു അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ അങ്ങനെ കൂടുതൽ സാമർഥ്യം കാണിച്ച് രക്ഷപ്പെടാതിരിക്കാനുള്ള വൈഭവം അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. കാരണം അദ്ദേഹം അത് എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് പോലീസിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചാലല്ലേ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ ലൊക്കേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പുറത്തേക്ക് വരാതിരിക്കാൻ സുഹൃത്തുക്കളുടെ അടുത്തോ സ്റ്റാഫിനടുത്തോ കൊടുത്തതായിട്ടൊക്കെയാണ് സംശയിക്കുന്നത്. ആയിരിക്കും. കാരണം നിങ്ങൾ പോലീസിനെ വഴിതെറ്റിക്കണമെങ്കിൽ എന്താ ചെയ്യുക? പണ്ട് ആദ്യമായിട്ട് ഈ സംഭവം നമ്മൾ കേട്ടത് എന്താണ്? എറണാകുളത്ത് നിന്നൊരു കളവ് ചെയ്തതിന് ശേഷം ആ ഒരു ലോറിയിൽ, ഇൻ്റർസ്റ്റേറ്റ് ലോറിയിൽ മൊബൈൽ ഓണാക്കി അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അത് ബോംബെ പോയതിന് ശേഷം അവിടെ നിന്നാണ് പോലീസ് ഇയാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്നറിയോ, പ്രതിയെ പിന്നീട് കിട്ടുമ്പോൾ എന്താണ്, അദ്ദേഹം ഫോൺ ഇതിനകത്ത് ഓൺ ചെയ്ത് വെച്ച് അതിനകത്ത് വെച്ചിരുന്നു. ലോറി ഡ്രൈവർ അറിയില്ല. അങ്ങനെ അത് പൂനെ വരെ പോയി. ഒരു കഥ നമ്മൾ ആദ്യമായിട്ട് കേട്ടത് അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിദഗ്ധമായിട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇപ്പം AI കാലമാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോൺ അയാൾ ഉപയോഗിക്കുമെന്ന് സാധാരണ ബുദ്ധിയിൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഫോൺ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കും. കാരണം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് വലിയ വൈദഗ്ധ്യമൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എന്തായാലും ശരി, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലീസ് ചിലപ്പം താൽക്കാലികമായിട്ട് അറസ്റ്റ് ഡെഫർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് വിമർശന സാഹചര്യം വരും. അത് ആ കോടതി തന്നെ വിമർശിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് കോടതിയുടെ ഉത്തരവിനെ പോലും സ്വാധീനിക്കാൻ പോലീസ് ധിക്കാരപരമായിട്ട് ചെയ്തു എന്നാൽ പിന്നെ കൊടുത്തേക്കാൻ ജാമ്യം എന്ന് കോടതിക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.